ആകാശവാണി കവരത്തി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. വാക്കുകൾക്ക് വികാരങ്ങളുടെ ചിറക് വിരിയുമ്പോൾ ജനിക്കുന്നത് കവിതയാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഹൃദയസ്പർശിയായ വരികളിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി ലീമ അക്ബർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന തസ്ലീമ അക്ബറുമായി നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അക്ഷരങ്ങളുടെ ഈ മനോഹര യാത്രയിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്ന നവാഗത എഴുത്തുകാരിക്ക് സ്വാഗതം പറയുന്നു. ഹലോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ പേര് തസ്ലീമ. ലീമ അക്ബർ എന്നുള്ള പേരിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാൻകൈൻഡ് പബ്ലിഷേഴ്സ് പുറത്തിറക്കിയ റഡാർ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഓതറാണ്. ഒരുപാട് സന്തോഷമുണ്ട് ആകാശവാണിയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ. ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കിയ സന്തോഷം എങ്ങനെ വിവരിക്കും? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അൽഹംദുലില്ലാ. കാരണം നമ്മൾ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഓരോ പുസ്തകങ്ങളും നമുക്ക് ജനിക്കുന്ന ഓരോ മക്കളെ പോലെയാണ്. എൻ്റെ 17-ാം വയസ്സിൽ എൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതുക എന്നുള്ളത്. ഇന്ന് ഏകദേശം 6-7 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ചിന്തകളെ എനിക്കറിയാത്ത ഒരുപാട് പേരിലേക്ക് എൻ്റെ ചിന്തകളെത്തി, എൻ്റെ വരികളവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഈ സമാഹാരത്തിന് പിന്നിലെ പ്രധാന ആശയം എന്താണ്? പുസ്തകത്തിൻ്റെ പ്രധാന ആശയം എന്താണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള കുറേയധികം കാര്യങ്ങൾ, ഞാൻ കേട്ടറിഞ്ഞ കുറേയധികം കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ എഴുതിയവയാണ്. എന്ന് വെച്ച് ഒരിക്കലും ആണുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. ആണുങ്ങളെക്കുറിച്ചും നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ജീവിതം, മരണം, കളർ ഡിസ്ക്രിമിനേഷൻ, ചതി, അത്തരം ജനറലായിട്ട് വരുന്ന കുറേ ടോപ്പിക്സും നമ്മുടെ പുസ്തകത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കവിതാ സമാഹാരത്തിലെ കവിതകളിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിത ഏതാണ്? എന്തുകൊണ്ടാണ്? പുസ്തകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കവിത ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തൽ പ്രയാസകരമായിരിക്കും. കാരണം ഇതിലെ ഓരോ കവിതകളും എൻ്റെ സ്വപ്നമാണ്. അനുഭവിച്ചും കേട്ടും കണ്ടും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാഠങ്ങളാണ് ഓരോന്നും. എന്നാലും പുസ്തകത്തിലെ 7-ാമത്തെ കവിതയുണ്ട്, മദ്യപാനം. ആനന്ദമല്ലിത് ആപത്താണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിത. അപ്പോൾ അതാണ് എൻ്റെ ആദ്യ കവിത. അന്നത്തെ 8-ാം ക്ലാസ്സുകാരി കുറിച്ച് വെച്ച വരികളാണവ. പുസ്തകമെന്ന സ്വപ്നത്തിന് മുന്നേ പേപ്പറിൽ കുറിച്ചിട്ട വരികൾ. അതുകൊണ്ട് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതുതന്നെയായിരിക്കും ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് പറയുക. കവിത എഴുതാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് ലഭിച്ചത്? അത് തീർച്ചയായിട്ടും അനുഭവങ്ങളാണ്. ഞാൻ അനുഭവിച്ച അതേപോലെ തന്നെ കേട്ടതുമൊക്കെ ആയിട്ടുള്ള കുറേയേറെ അനുഭവങ്ങൾ. വ്യക്തിപരമായ അനുഭവങ്ങൾ എത്രത്തോളം കവിതയിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ പുസ്തകം വായിച്ചതിന് ശേഷം എന്നെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണിത്. ഞാനെന്ന വ്യക്തിയുടെ അനുഭവങ്ങൾ കവിതകളിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിൽ ഒറ്റമോള്, അതേപോലെ തന്നെ എൻ്റെ സ്വന്തം കാസർഗോഡുകാരിക്ക്, അങ്ങനെ ചില കവിതകൾ മാറ്റി നിർത്തിയാൽ ഞാനെന്ന വ്യക്തിയുടെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ഒരു കവിതയിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് പല സാഹചര്യങ്ങളിലും പല മനുഷ്യരിലും കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു കവിതകളിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊരിക്കലും പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവമെന്ന് പറയാൻ പറ്റുന്നതല്ല. എന്നാൽ അനുഭവങ്ങളൊക്കെയും പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ടിട്ടുമില്ല. എഴുതുന്ന സമയത്ത് നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? എഴുതുമ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഒരു പുസ്തകമാക്കണം എന്ന ചിന്തയിൽ എഴുതി തുടങ്ങിയതല്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുതൽ എഴുതിയ കവിതകൾ ഇതിലുണ്ട്. പുസ്തകമാക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം എഴുതിയ കവിതകളുണ്ട്. അതേപോലെ തന്നെ ഫൈനലി നമ്മൾ പുസ്തകമാക്കാൻ തീരുമാനിച്ചതിന് ശേഷം എഴുതിയ കവിതകളും ഇതിലുണ്ട്. അപ്പോൾ പല സമയത്തും എഴുതിയവയായതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ കുറവായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചില സാഹചര്യങ്ങൾ കാരണം തുറന്നെഴുത്ത് സാധ്യമല്ലാത്തവയുണ്ട്. എന്നാൽ എൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതണമെന്നൊരാഗ്രഹവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റായിട്ട് കാര്യം പറയുന്ന ആ ഒരു രീതി
രീതിയിൽ കവിതകൾ എഴുതുക, അതായത് ഇൻഡയറക്റ്റായിട്ട് കാര്യം പറയുന്ന രീതികളിൽ കവിതകൾ എഴുതുക എന്നത് ചെറിയൊരു വെല്ലുവിളിയായി തോന്നി. എനിക്കറിയില്ല അതൊരു വെല്ലുവിളിയായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ആ ഒരു സംഭവം. അതൊന്ന് മാറ്റി വെച്ചാൽ സാധാരണ ഒരു ജീവിതം ജീവിച്ച പോലെ എഴുതിയവയാണ് ഇതിലെ കൂടുതൽ കവിതകളും. കവിതയിലൂടെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? കവിതയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് പുസ്തകത്തിൽ കവിതകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിലെ ഓരോ കവിതയും ഇപ്പോൾ ഒറ്റയിരിപ്പിന് വായിച്ച് തീർത്തു എന്ന് പറയാതെ ഓരോന്നിനെയും കീറി മുറിച്ചൊന്ന് വായിച്ചു നോക്ക്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കവിതയിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന ഒരു മുറിവിന് ഒരു മരുന്നുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരം ഉണ്ടാവും. നിങ്ങളടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിനൊരു ഉത്തരം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു കവിതയിൽ നിന്ന് കിട്ടും. മാത്രമല്ല പിന്നെ പറയാനുള്ളൊരു കാര്യം, ജസ്റ്റ് സ്വപ്നം കാണുക. സ്വപ്നം കാണാൻ എന്തായാലും നമുക്ക് ചിലവൊന്നും ഉണ്ടാവില്ലല്ലോ. മാക്സിമം സ്വപ്നങ്ങൾ കാണുക. അത് ശരിക്കൊന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി പിന്നെ നമ്മൾ പണിയെടുത്ത് തുടങ്ങും. പണിയെടുത്ത് മീൻസ് വർക്ക് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരിടത്തോട്ട് ചുരുങ്ങി പോവാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തേടി പോവുക. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് തന്നെ നമ്മുടെ പടച്ചോൻ വെച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവാം. പുതിയ എഴുത്തുകാരോട് പറയാനുള്ള സന്ദേശം എന്താണ്? പുതിയ എഴുത്തുകാരോട് പറയാനുള്ള സന്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് എഴുതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരുപാട് മനുഷ്യരെ കേൾക്കാൻ ശ്രമിക്കുക. പുതിയ പുതിയ മനുഷ്യരിലേക്ക് യാത്ര ചെയ്യുക. എഴുത്തെന്നതിനെ കൂട്ടിലടച്ചു വെക്കാതെ തുറന്നു വിടുക. നിങ്ങളെ ചിന്തകളെയും എഴുത്തിനെയും ഒക്കെ തുറന്നു വിടുക. ആ ഒരു എഴുത്തിനെ സഹായിക്കാൻ വായനയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വായിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ഓരോ ആശയങ്ങളും വളരെ ശ്രദ്ധയോടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ചില സമയങ്ങളിൽ നമ്മുടെ വാളിനേക്കാൾ മൂർച്ചയുണ്ട് എഴുത്തുകൾക്ക്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ എത്രത്തോളം ലഭിച്ചു? ചിലപ്പോൾ കുടുംബത്തിൻ്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന റഡാറോ ലീമ അക്ബറോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഒപ്പം പഠിച്ചവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോഴും ഞാനെന്ന 25 വയസ്സുകാരി പെൺകുട്ടിക്ക് തൻ്റെ സ്വപ്നത്തിന് പിന്നാലെ പോകാൻ പറ്റിയെങ്കിൽ, അത് ഏറ്റവും ബെസ്റ്റായി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയെങ്കിൽ അതിന് കാരണം കുടുംബക്കാർ തന്നെയാണ്. എനിക്കൊന്ന് പറക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിറകുകളെ ഒടിച്ചു വെക്കാതെ അതിനെ ഒന്നുകൂടി പോളിഷ് ചെയ്ത് ഇഷ്ടമുള്ളതുപോലെ പറന്നോ എന്ന് പറയാതെ പറഞ്ഞവരാണ് എൻ്റെ കുടുംബക്കാർ. അതേപോലെ തന്നെ എൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കവർ പേജ് വേറെ ആരെക്കൊണ്ടും ചെയ്യിക്കരുത്, ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒപ്പം നിർത്തിയത് എൻ്റെ സീനിയറായിരുന്നു ഷറഫു. ഹീസ് ഫ്രം മലപ്പുറം. അപ്പോൾ മാത്രമല്ല ഇന്നും എൻ്റെ പുസ്തകത്തെയും എൻ്റെ വരികളെയും ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതും അതിനെ സ്വന്തമെന്നോണം ചേർത്ത് പിടിക്കുന്നതും എൻ്റെ ഒപ്പമുള്ള കുടുംബക്കാരും അതേപോലെ തന്നെ സുഹൃത്തുക്കളും തന്നെയാണ്. ഇന്നത്തെ മലയാള കവിതയുടെ വളർച്ചയെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇന്നത്തെ മലയാള കവിതകളുടെ വളർച്ചയെക്കുറിച്ച് ചോദിച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ കഥകളുടെയും നോവലുകളുടെയും ഒക്കെ ഇടയിൽ കവിതകൾക്ക് ശ്വാസം മുട്ടിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കവിതകൾക്കൊട്ടും ഭാവിയില്ല എന്ന് പറയുന്ന ചിലരോട് യോജിക്കാൻ പറ്റില്ല. കാരണം റഡാർ വായിച്ച് എന്നെ ചേർത്ത് നിർത്തിയ, ആരാണെന്ന് പോലും അറിയാതെ ഇൻസ്റ്റാഗ്രാമിൽ വായനാനുഭവം പങ്കുവച്ച, നമ്പർ കണ്ടെത്തി എന്നോട് വിളിച്ച് കവിതകളെക്കുറിച്ച് സംസാരിച്ച മനുഷ്യരുള്ള ഈ ലോകത്ത് കവിതയ്ക്ക് വായനക്കാരും ഭാവിയും ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. എന്നാലും താരതമ്യേന കഥകളെയും നോവലുകളെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കവിതകൾക്ക് വായനക്കാർ കുറവാണ്. അതേപോലെ തന്നെ കവിതകളെ ഏറ്റെടുക്കുന്ന ആൾക്കാരും കുറവാണ്. ഭാവിയിൽ നോവൽ, കഥ അല്ലെങ്കിൽ മറ്റ് സാഹിത്യ രൂപങ്ങളിൽ എഴുതാൻ പദ്ധതിയുണ്ടോ? ഭാവിയിൽ കഥയിലേക്കോ നോവലിലേക്കോ ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, എന്തായാലും ഇൻഷാ അല്ലാഹ് കവിതയിൽ മാത്രം ഒതുങ്ങണം എന്നുള്ളൊരാഗ്രഹമില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. വായനക്കാർ ഈ കവിതാ സമാഹാരത്തിൽ നിന്ന് എന്താണ് ഏറ്റെടുക്കുമെന്ന് ആഗ്രഹിക്കുന്നത്? റഡാർ എന്ന എൻ്റെ പുസ്തകം പുറത്തിറക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ വായനക്കാർ ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം വായിച്ച് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നൊരു കാര്യം ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓരോ വായനക്കാരും വ്യത്യസ്തരാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരാണ് അവർ, കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെന്തായാലും പുസ്തകം വായിച്ചോട്ടെ, വായിച്ചിട്ട് അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ അവർ കളഞ്ഞോട്ടെ. പക്ഷെ ഒന്നുറപ്പ് നൽകാം, നമ്മുടെ റഡാർ വായിച്ച ഒരാളും ഒന്നും കിട്ടാതെ, ഒരു ചിന്ത പോലും അവരുടേത് ഉണർത്താതെ
പുസ്തകം അവസാനിപ്പിക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അല്ലാതെ ഒരിക്കലും സ്പെസിഫിക്കലി ഒരു കാര്യവും ഞാനിതുവരെ വായനക്കാരിൽ നിന്നും ആഗ്രഹിച്ചിട്ടില്ല. ലീമ അക്ബർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന തസ്ലീമ അക്ബറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. ഉപ്പ അക്ബർ പൊന്നീലം, മാതാവ് BK ബീബി, കുഞ്ഞിപ്പാപ്പാട വലിയമ്മാട. ഇപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അഗത്തിയിൽ ജോലി ചെയ്തു വരുന്നു. വായനയും എഴുത്തുമാണ് പ്രധാന വിനോദം. ലക്ഷദ്വീപിലെ സാഹിത്യരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. ഒരു കവിയുടെ മനസ്സിൽ ജനിക്കുന്ന ഓരോ കവിതയിലും ഒരു അനുഭവത്തിൻ്റെ, ഒരു ചിന്തയുടെ, ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. ആദ്യ കവിതാ സമാഹാരത്തിലൂടെ സാഹിത്യലോകത്തിലേക്ക് ശ്രദ്ധേയമായ ചുവടുവെപ്പ് നടത്തിയ പ്രിയപ്പെട്ട എഴുത്തുകാരി ലീമ അക്ബറോടൊപ്പം നടത്തിയ സംഭാഷണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം, കാതോർക്കാം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.